ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവീൻ. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലായ ബ്രേക്ക് ആൻഡ് റൈഡിലേക്ക് സ്വാഗതം. ബ്രേക്ക് ആൻഡ് റൈഡിൻ്റെ 5ാമത്തെ എപ്പിസോഡിനത്, അതുപോലെ കേദാർനാഥ് ബദ്രിനാഥ് ഞങ്ങളുടെ യാത്രയുടെ അവസാനത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കേദാർനാഥിൽ നിന്ന് ബദ്രിനാഥ് എത്തുന്നവരെയുള്ള വീഡിയോസാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ബദ്രിനാഥിൻ്റെ വിശേഷവും ചരിത്രവും, അതിനുശേഷം നമ്മൾ തിരിച്ച് ഹരിദ്വാറിലേക്ക് പോയി അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഹരിദ്വാറിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പോയിട്ട് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിന് നാടെത്തുന്നവരെയുള്ള വീഡിയോസാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ബദ്രിനാഥ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഉള്ളടക്കം ഞാൻ പറഞ്ഞിരുന്നു. ഉത്തരാഖണ്ഡിലെ അളകനന്ദ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു അതിപുരാതനമായ ഹൈന്ദവ ക്ഷേത്രമാണ് ബദ്രിനാഥ്. ചാർധാം യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ബദരി നാരായൺ എന്ന പേരിലാണ് ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ധ്യാന രൂപത്തിലുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ശൈത്യകാലത്ത് അതികഠിനമായ മഞ്ഞുവീഴ്ചയുള്ളതിനാൽ വർഷത്തിൽ 6 മാസം, അതായത് ഏപ്രിൽ മെയ് മുതൽ നവംബർ വരെ മാത്രമേ ക്ഷേത്രം തുറന്നിരിക്കുകയുള്ളൂ. 8ാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ചതും വിഗ്രഹം പ്രതിഷ്ഠിച്ചതും എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ബദരി എന്നാൽ ഈന്തപ്പഴം എന്നാണ് അർത്ഥം. വിഷ്ണു ഭഗവാൻ കഠിന തപസ് അനുഷ്ഠിക്കുമ്പോൾ വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്മി ദേവി ഒരു ഇലന്ത മരമായി, അതായത് ബദരി വൃക്ഷമായിട്ട് മാറി അദ്ദേഹത്തിന് തണലേകി എന്നാണ് പുരാണം. കേരളവുമായിട്ട് നമ്മുടെ ബദ്രിനാഥ് ക്ഷേത്രത്തിനൊരു ബന്ധമുണ്ട്. ബദ്രിനാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി, അതായത് റാവൽ, പരമ്പരാഗതമായി കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ നിന്നും ആളായിരിക്കണമെന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ആദിശങ്കരാചാര്യർ നിശ്ചയിച്ചൊരു ആചാരമാണിത്. ക്ഷേത്രത്തിന് താഴെ അളകനന്ദ നദിക്കരയിലുള്ള ഒരു പ്രകൃതിദത്ത ചൂടു നീരുറവയാണിത്. കഠിനമായ തണുപ്പിലും ഇവിടെ ചൂടുവെള്ളം ഒഴുകുന്നുണ്ട്. ഭക്തർ ക്ഷേത്ര ദർശനത്തിന് മുമ്പ് ഈ കുളത്തിൽ കുളിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ബദ്രിനാഥിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് ബദ്രിനാഥിനോട് യാത്ര പറഞ്ഞിട്ട് ഹരിദ്വാറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബദ്രിനാഥിൽ നിന്ന് ഹരിദ്വാറിലേക്ക് ഏകദേശം 307 കിലോമീറ്ററോളം ഉണ്ട്. റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ സാധാരണയായിട്ട് 8.5 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെ എടുക്കാം. കാരണം അവിടുത്തെ ഭൂപ്രകൃതി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് പറഞ്ഞല്ലോ, മണ്ണിടിച്ചിലും അതുപോലെ മഴയും ഒക്കെ വന്നു കഴിഞ്ഞാൽ യാത്രയുടെ ദൈർഘ്യം കൂടും. ഞങ്ങൾക്കും പോകുന്ന വഴിക്ക് ഇതുപോലെ മണ്ണിടിച്ചിലും അതുപോലെ മഴയൊക്കെ കിട്ടി. ഇന്നെന്തായാലും ഞങ്ങൾ ഹരിദ്വാർ എത്തില്ല. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ കർണപ്രയാഗിൽ സ്റ്റേ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ബദ്രിനാഥിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന പ്രധാന സ്ഥലങ്ങളെന്ന് പറയുന്നത് ജോഷിമഠാണ്. അതാണ് ബദ്രിനാഥിന് താഴെ പോകുമ്പോൾ എത്തുന്ന പ്രധാന നഗരം. അതിനുശേഷം ഈ യാത്രയിൽ നമുക്ക് അളകനന്ദ നദി മറ്റ് നദികളുമായി ചേരുന്ന പുണ്യസ്ഥലങ്ങൾ കാണാം. അതറിയപ്പെടുന്നത് വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്. രുദ്രപ്രയാഗ് എന്ന് പറയുന്നത് മന്ദാകിനി നദിയുമായിട്ട് ചേരുന്ന ഒരു സ്ഥലമാണ്. ദേവപ്രയാഗ് എന്ന് പറയുന്നത് അളകനന്ദ ഭാഗീരഥി നദിയുമായി ചേർന്ന് ഗംഗയാകുന്ന സ്ഥലമാണ്. അപ്പോൾ രുദ്രപ്രയാഗ് നമ്മളവിടെ കണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ കർണപ്രയാഗിൽ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ യാത്ര തിരിക്കുകയാണ്. ഇനി ഹരിദ്വാറിലേക്ക് ഞങ്ങൾക്ക് ഏകദേശം 90 കിലോമീറ്ററോളം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ത്രിവേണി സംഗമത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി. അവിടെ നിന്നുള്ള വിഷ്വൽസാണ് നിങ്ങളീ കാണുന്നത്. നമ്മളീ കാണുന്ന ത്രിവേണി സംഗമം അറിയപ്പെടുന്ന സ്ഥലം ദേവപ്രയാഗാണ്. ദേവപ്രയാഗിൽ നിന്ന് ഹരിദ്വാറിലേക്ക് ഏകദേശം നമുക്കൊരു 95 കിലോമീറ്ററോളം ഉണ്ട്. റോഡ് മാർഗം ഏകദേശം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. മലയോര പാതയായതിനാൽ ട്രാഫിക്കും കാലാവസ്ഥയും അനുസരിച്ച് സമയം വ്യത്യാസപ്പെടാം. ഇവിടേക്കുള്ള യാത്രാമാർഗ്ഗങ്ങൾ ബദ്രിനാഥിൽ നിന്നോ ശ്രീനഗറിൽ നിന്നോ വരുന്ന ബസ്സുകൾ ദേവപ്രയാഗ് വഴി കടന്നു പോകും. ഉത്തരാഖണ്ഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതായത് UTCയുടെ എല്ലാ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ധാരാളമായുണ്ട്. പിന്നെ ദേവപ്രയാഗിൽ നിന്ന് ഷെയർ ടാക്സികളോ അല്ലെങ്കിൽ ഫുൾ ടാക്സിയോ വിളിക്കാവുന്നതാണ്. ഏകദേശം ഒരാൾക്ക് 300 മുതൽ 500 വരെയാണ്. ദേവപ്രയാഗിൽ ഇതുവരെയും റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടില്ല. ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഋഷികേശ് അല്ലെങ്കിൽ ഹരിദ്വാറാണ്. ദേശീയപാത NH7 വഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവപ്രയാഗ്, കൗഡിയാല, ബയാസി വഴി ഋഷികേശ്, ഹരിദ്വാറിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയിലുടനീളം ഗംഗാനദിയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഋഷികേശിലെ നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള തിരിവ് ഈ പാതയിലാണ്.
അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഹരിദ്വാർ പിടിക്കാൻ തയ്യാറെടുപ്പിലായിരുന്നു. 3-4 ദിവസത്തെ യാത്രയുടെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഗംഗാരതി കാണാൻ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. അതുകൂടാതെ ഞങ്ങളുടെ ബൈക്ക് തിരിച്ചു കൊടുക്കേണ്ട ദിവസം ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹരിദ്വാർ എത്തിയിട്ട് ബൈക്ക് തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുകളുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ഹിറ്റാച്ചി വഴി അവർ മണ്ണ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഇതുപോലെ പല കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലും ഈ യാത്ര ഞങ്ങൾക്കൊരു സ്പെഷ്യലായിരുന്നു. എക്കാലവും ഓർത്തു വയ്ക്കാൻ പറ്റുന്നൊരു മനോഹരമായ യാത്രയായിരുന്നു അത്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വീണ്ടും തിരികെ വരാനുള്ളൊരു പ്രചോദനം നമുക്ക് ഈ യാത്രയിൽ നിന്ന് കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഋഷികേശ് എത്തി. ഹരിദ്വാറിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് ഈ ഋഷികേശ്. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. നിങ്ങൾ ഈ കാണുന്നത് ഋഷികേശിലെ മഹാരതി നടക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ വൈകുന്നേരത്തെ മഹാരതി അതിമനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ ഋഷികേശിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഹരിദ്വാറിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഹരിദ്വാർ എത്തി. അതിനുശേഷം ഞങ്ങളുടെ ബൈക്കൊക്കെ തിരിച്ചു കൊടുത്തു. അവിടെ സെറ്റിൽ ചെയ്തിട്ട് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി നഗരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ളൊരു പോക്കാണ്. ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഹരിദ്വാർ. ഹരിദ്വാർ എന്ന പേര് വന്നത് ഹരി അതായത് വിഷ്ണു, ദ്വാർ അതായത് വാതിൽ, ഇത് കൂടി ചേർന്നിട്ടാണ് ഹരിദ്വാർ എന്നുള്ള പേര് വന്നത്. മഹാവിഷ്ണുവിൻ്റെ വാതിൽ എന്നാണ് ഈ പേരിനർത്ഥം. ശിവഭക്തർ ഇതിനെ ഹർദ്വാർ അതായത് ശിവനിലേക്കുള്ള വാതിൽ എന്നും വിളിക്കാറുണ്ട്. കാരണം ഇവിടുന്ന് തുടങ്ങുന്ന യാത്രയാണ് കേദാർനാഥിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണശേഷം റൂമിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഡൽഹിയിലേക്ക് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ എത്തി. ഇനി ഡൽഹി പോയി ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് നാട്ടിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ത്രൂ ആണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ 9 ദിവസത്തെ കേദാർനാഥ് ബദ്രിനാഥ് യാത്ര ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി 7:30 നമുക്ക് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഡൽഹി എത്തി അവിടെ ഒരു റൂം എടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഒരു 6:00 തന്നെ എയർപോർട്ടിലേക്ക് തിരിച്ചു. നിങ്ങളീ കാണുന്നത് ഡൽഹി ടൗൺ ആണ്. അങ്ങനെ ഞങ്ങളൊരു ടാക്സി വിളിച്ച് നേരെ എയർപോർട്ടിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം അതുപോലെ കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ശരിയല്ലേ? കാരണം ഞാനൊരു 16 വർഷമായിട്ട് പ്രവാസിയാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ വെക്കേഷന് വേണ്ടിയിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ യാത്രകളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അതെൻ്റെ ഫാമിലിക്കും അറിയാം. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടമല്ലാത്തൊരാളാണ്. ഒരാളെങ്കിലും എൻ്റെ കൂടെ യാത്രയ്ക്കുണ്ടായാൽ അതിൽ വളരെയേറെ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാനും എൻ്റെ അനിയനും ഒരു വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ ബഹറിലേക്ക് എത്തിയാലും ഞങ്ങൾ അടുത്ത ട്രിപ്പിനെക്കുറിച്ചും അടുത്ത ഐറ്റിനറിയെക്കുറിച്ചും അടുത്ത സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഈ യാത്രയിൽ എൻ്റെ അനിയനെ കൂടാതെ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് സൂരജും അതുപോലെ സൈൻ ചേട്ടനും ഇവരോടും കൂടി ഞങ്ങൾ ചോദിക്കും അവർക്കെപ്പോൾ ലീവ് റെഡിയാവും, നെക്സ്റ്റ് ഇയറിൽ അവരുടെ ലീവ് എപ്പോഴാണ്. പരമാവധി ഞങ്ങൾ ഒരുമിച്ച് ലീവ് എടുക്കാറാണ് പതിവ്. പക്ഷേ അറിയാലോ, നമ്മൾ പ്രവാസികൾക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ലീവ് സാങ്ഷൻ ആവണമെന്നില്ല. എന്നാലും ഞങ്ങൾ യാത്രകൾ ഒരുമിച്ചാക്കാനാണ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള വ്ളോഗുകളിൽ അടുത്ത യാത്രയെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളും പരമാവധി ഗ്യാപ്പ് വരാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. നാട്ടിൽ ഞങ്ങളെ വരവേറ്റത് നല്ലൊരു മഴയായിരുന്നു. വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ മാതിരി ഒരുപാട് യാത്രകൾ ചെയ്യുക, നമ്മുടെ യാത്രാവിശേഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.